നമ്മുടെ മോഡ്യൂൾ 2-ൽ ഫസ്റ്റ് ഒരു പോർഷൻ എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ്. അതിൽ ആ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിൽ വെർട്ടിക്കൽ ലോഡാണ് ആക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ് അനലൈസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം അനാലിസിസിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ ലോഡ് അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ബിൽഡിംഗ് ആകുമ്പോൾ അതിൽ വെർട്ടിക്കൽ ലോഡ് മാത്രമല്ല ഹൊറിസോണ്ടൽ ഫോഴ്സസും വരും അല്ലേ. അപ്പോൾ ആ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ആ ഒരു മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങിനെ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പറ്റുന്നത്. അനാലിസിസ് ഓഫ് ബിൽഡിംഗ് ഫ്രെയിംസ് സബ്ജക്റ്റഡ് ടു ഹൊറിസോണ്ടൽ ഫോഴ്സ്. അപ്പോൾ ഒരു സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ ഹൊറിസോണ്ടൽ ഫോഴ്സസ് വരാം. മെയിനായിട്ട് ഒരു മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങിൽ മെയിനായിട്ട് വരുന്നതാണെന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഏതൊക്കെയാണ്? ദേ ആർ വിൻഡ് പ്രഷർ ആൻഡ് സീസ്മിക് എഫക്റ്റ്. വിൻഡ് പ്രഷർ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ടാൾ ബിൽഡിംഗ് ആണെങ്കിൽ നല്ല കാറ്റുള്ള സ്ഥലമൊക്കെ ആണെന്നെങ്കിൽ എന്ത് ചെയ്യും, ഇതിലേക്ക് വിൻഡ് വന്ന് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊരു ഹൈ റൈസ് ബിൽഡിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇത് ബെൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഈ ഒരു ബിൽഡിംഗ് ബെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ബട്ട് ഒരു ലോ റൈസ് ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഷിയർ ഫോഴ്സസ് ഡെവലപ്പ് ചെയ്യും ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സസിൻ്റെ അനാലിസിസിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ ഹൊറിസോണ്ടൽ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറിൽ ആക്ട് ചെയ്യുന്ന എന്തൊക്കെയാണ്? വിൻഡ് പ്രഷറും സീസ്മിക് എഫക്റ്റുമാണ്. ഇനി ഈ ഹൊറിസോണ്ടൽ ഫോഴ്സസ് കാരണം കോളംസിൽ ആക്സിയൽ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും ഡെവലപ്പ് ചെയ്യും. ബീംസിൽ മെയിനായിട്ട് ബെൻഡിങ് മൊമെൻറ്റാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ഒരു ബീമിനെ ഒരു ബീമെന്നല്ല, ഒരു മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങിൽ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാം. നമുക്ക് രണ്ട് മെത്തേഡാണുള്ളത്. പോർട്ടൽ മെത്തേഡും ഉണ്ട്, കാൻലൂവർ മെത്തേഡും ഉണ്ട്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് പോർട്ടൽ മെത്തേഡാണ്. ഓക്കെ, ഈ ഒരു വീഡിയോ നമ്മൾ പഠിക്കാൻ പോകുന്നത് പോർട്ടൽ മെത്തേഡാണ്. അപ്പോൾ പോർട്ടൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോ റൈസ് സ്ട്രക്ചേഴ്സിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോർട്ടൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. കാരണം അവിടെ ഷിയർ ഫോഴ്സാണ് പ്രീഡോമിനൻ്റ് ആയിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു ലോ റൈസ് ബിൽഡിങ്സിൽ ഷിയർ ഫോഴ്സാണ് പ്രീഡോമിനൻ്റ്. ഹൈ റൈസ് ബിൽഡിങ്ങിലാണെങ്കിൽ ബെൻഡിങ് മൊമെൻ്റാണ് പ്രീഡോമിനൻ്റ്. സോ പോർട്ടൽ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലോ റൈസ് സ്ട്രക്ചേഴ്സിനാണ്. ഇനി ഇതിലെ ഓരോ നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ ബേയും നമ്മൾ എന്ത് ചെയ്യും, ഓരോ പോർട്ടൽ ഫ്രെയിമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സിനെ ഈക്വലി എല്ലാ ബേസിലേക്കും നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് പറയുന്നത്. ഇനി പോർട്ടൽ മെത്തേഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മെത്തേഡ് ഓഫ് പ്രൊപ്പോർഷണൽ കോളം ഷിയർ ഫോഴ്സസ് എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഇനി നമുക്ക് കുറച്ച് അസംഷൻസ് ആണ്. അതിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അസംഷൻസ് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ബാക്കി നിങ്ങൾ വായിച്ച് പഠിച്ചാൽ മതി. ഓക്കെ, ഒന്ന്, പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ഓഫ് കോളംസ് ആർ ദെയർ മിഡ് ഹൈറ്റും ബീംസിനാണെങ്കിൽ അറ്റ് ദെയർ മിഡ് സ്പാനും. എന്താണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ? ഇതാണ് എൻ്റെ ബീമെന്ന് വയ്ക്കും, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് കാണിച്ചിരിക്കുന്നത്. ഇതിലെ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴാണോ ബെൻഡിങ് മൊമെൻറ്റ് സൈൻ ചേഞ്ച് ചെയ്യുന്നത്, ഓക്കെ, എൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് സൈൻ ചേഞ്ച് ചെയ്യുന്ന പോയിന്റ്, അത് അവിടെ ബെൻഡിങ് മൊമെൻറ്റ് എത്രയായി? 0 ആയി. സോ ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ബെൻഡിങ് മൊമെൻറ്റ് സൈൻ ചേഞ്ച് ചെയ്യാവുന്ന പോയിന്റ്. അപ്പോൾ അത് ബീംസിലാണെങ്കിൽ എവിടെയാണ്? അതിൻ്റെ മിഡ് സ്പാനിലും. ഇനി അത് അല്ല, കോളംസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ മിഡ് ഹൈറ്റിലുമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ വരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് L ആണെന്നുണ്ടെങ്കിൽ L/2 ഡിസ്റ്റൻസിൽ, അത് മിഡ് സ്പാനിലാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ വരുന്നത്. അതേസമയം നമ്മളൊരു കോളം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മിഡ് ഹൈറ്റിലാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ വരുന്നത്. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു അസംഷനാണ്. ഓക്കെ, ഇനി ഈ ഒരു അസംഷൻ നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം എ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ. അത് നമ്മളിനി പറയും. ഇനി നമ്മുടെ ഹൊറിസോണ്ടൽ ഫോഴ്സസ് എന്ന് പറയുന്നത് ആർ കോൺസെൻട്രേറ്റഡ് അറ്റ് ദ പാനൽ പോയിൻറ്റ്സ് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ബീംസ് ആൻഡ് കോളംസ്. അപ്പോൾ നമ്മളൊരു ഫ്രെയിംഡ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറേ ബീംസും കോളംസും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതിൽ ഈ ബീമിൻ്റെയും കോളത്തിൻ്റെയും ജോയിൻറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഫോഴ്സസ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അല്ലാണ്ട് ഇവിടെയൊന്നും കയറി ഇങ്ങനെയൊന്നും ആക്ട് ചെയ്യത്തില്ല. ഓക്കെ അല്ലേ. The frame at each level at the contraflexion of column can be assumed to be made up of series of single bay portals subjected to horizontal forces. Shear forces induced in the columns of the portal at the level of contraflexure of the columns due to horizontal force is proportional to span of individual portal. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് വായിച്ച് വയ്ക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ചോദിക്കും അസംഷൻസ് ഇൻ പോർട്ടൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചോദിക്കും, തിയറി ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് കാണാൻ പഠിക്കാം. ഓക്കെ, ഷിയർ ഫോഴ്സ് ഇൻ ഈച്ച് പാനൽ ഇസ് അസ്യൂംഡ് ടു ബി ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ദ കോളം. ഇനി ഈ ഒരു പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ ഷിയർ ക്യാരീഡ് ബൈ എ ഇൻറ്റീരിയർ കോളം എന്ന് പറയുന്നത് ഈസ് ടോയ്സ് ദാറ്റ് ക്യാരീഡ് ബൈ എക്സ്റ്റീരിയർ കോളം. അതായത് ഞാനിപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഫ്രെയിംഡ് സ്ട്രക്ചർ എന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നത് എന്താണ്, എൻ്റെ ഇൻറ്റീരിയർ കോളംസ് ആണ്. ആൻഡ് നമ്മുടെ ഇതെന്ന് പറയുന്നത്
എക്സ്റ്റീരിയർ കോളംസ് ആണ്. ഓക്കെ, ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇൻറ്റീരിയർ കോളംസിൽ കയറിയുന്ന ഷിയർ എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ കോളത്തിൽ എത്രയാണോ ഷിയർ ഫോഴ്സ്, ഇപ്പോൾ പി ആണ് ഇവിടുത്തെ ഷിയർ ഫോഴ്സ് എങ്കിൽ എക്സ്റ്റീരിയർ കോളത്തിൽ എത്രയാണ് ഷിയർ ഫോഴ്സ്, പി ആണ്. അങ്ങനെയാണെങ്കിൽ അതിൽ വരുന്ന ഇൻറ്റീരിയർ കോളത്തിൻ്റെ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 2p ആയിരിക്കും, അതിൻ്റെ ഡബിൾ ആയിരിക്കും. അതാണ് ലാസ്റ്റ് അസംഷൻ പറയുന്നത്. അത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ളത്. ഹൊറിസോണ്ടൽ ഷിയർ കാരിഡ് ബൈ ഇൻറ്റീരിയർ കോളം ഈസ് ടോയ്സ് ദാറ്റ് കാരിഡ് ബൈ എക്സ്റ്റീരിയർ കോളം. ഈ എക്സ്റ്റീരിയർ കോളം കയറി ചെയ്യുന്നതിൻ്റെ ടോയ്സ് ആണ് ഇൻറ്റീരിയർ കോളം കയറി ചെയ്യുന്ന ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് 2 അസംഷൻസ്, അതാണ് നമ്മളെ ഈ ഒരു സ്ട്രക്ചറിനെ എന്താക്കി മാറ്റുന്നത്, ഡിറ്റർമിനേറ്റ് ആക്കി മാറ്റുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ട്രക്ചറിനെ ഡിറ്റർമിനേറ്റ് ആക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ ഈ ഒരു അസംഷൻ അവിടെ എഴുതി കഴിഞ്ഞാൽ എന്തായി, സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനേറ്റ് ആയി. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ ഫ്രെയിം ഷോൺ ഇൻ ഫിഗർ ബൈ പോർട്ടൽ മെത്തേഡ്. പോർട്ടൽ മെത്തേഡ് വെച്ചിട്ട് അനലൈസ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ ഒരു ഫ്രെയിം കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വേണമെന്നാണ് ടു മേക്ക് ദ സ്ട്രക്ചർ ഡിറ്റർമിനേറ്റ്. ഞാനിപ്പോൾ പറഞ്ഞു എന്ത് ചെയ്യണം, സ്ട്രക്ചറിനെ ആദ്യം ഡിറ്റർമിനേറ്റ് ആക്കാം. ഇവിടെ ആദ്യം നമ്മൾ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കാൻ നമ്മൾ മറ്റേ ഇതിൽ ചെയ്യുന്ന പോലെ നമ്പർ ഓഫ് അൺനോൺസ് മൈനസ് നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ എത്ര സെല്ലുകൾ ഉണ്ടെന്ന് നോക്കുക. ഇവിടെ സെല്ല് എത്ര എണ്ണം ഉണ്ട്, 1 2 3 4 5 6. ഇതാണ് ഒരു സെല്ലെന്ന് പറയുന്നത്. ഒരു കോളത്തിന് 2 കോളത്തിനും ഒരു ബീമിനും ഇടയ്ക്കുള്ള ആ ഒരു ഭാഗം. ഓക്കെ, ഇവിടെ ഫുള്ള് ബീം ഇല്ലല്ലോ എന്നൊന്നും വിചാരിക്കണം. നമ്മൾ ഇത് ഇത്ര എന്താണ് സെല്ലായിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. സോ അങ്ങനെ 6 സെല്ലുണ്ട്. അപ്പോൾ അതേ ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കിട്ടും. ഓക്കെ, ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കിട്ടാനായിട്ട് നമ്പർ ഓഫ് സെൽ ഇൻറ്റു 3 ചെയ്യുക. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ 18 ആണ് ഇവിടുത്തെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. ദാറ്റ് മീൻസ് ഈ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്തല്ല, ഡിറ്റർമിനേറ്റ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രക്ചറിനെ ഡിറ്റർമിനേറ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു അസംഷൻ ചെയ്യുന്നത്. എങ്ങനെയാണ് സ്ട്രക്ചറിനെ ഡിറ്റർമിനേറ്റ് ആക്കുന്നത്, ബൈ അപ്ലൈയിങ് അസംഷൻ ദാറ്റ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ലൈസ് അറ്റ് മിഡ് സ്പാൻ ഓഫ് ബീം ആൻഡ് കോളം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ബീമിൻ്റെ സെൻറ്ററിൽ പിന്നെ കോളത്തിൻ്റെ മിഡ് ഹൈറ്റിലാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ വരുന്നത്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു അസംഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്ട്രക്ചർ എന്തായി, ഡിറ്റർമിനേറ്റ് ആയി എന്നാണ് മീനിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും അതേ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ അതേപോലെ എടുത്ത് വരയ്ക്കുക. എന്നിട്ട് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ മാർക്ക് ചെയ്യുക. ഇവിടെ ഞാനിപ്പോൾ 2 സെക്ഷൻസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോ ഈ 2 സെക്ഷൻസിലുമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഇതാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ. ഈ ഒരു സർക്കുലർ ഷേപ്പിൽ മാർക്ക് ചെയ്തേക്കുന്നത്. അതായത് നമ്മുടെ ഈ ഒരു കോളം AE എന്ന് പറഞ്ഞ കോളം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മിഡ് ഹൈറ്റ്, ഇനി AB എന്ന് പറഞ്ഞ ബീം എടുത്താൽ അതിൻ്റെ മിഡ് സ്പാൻ, അവിടെയാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, സ്ട്രക്ചർ ഡിറ്റർമിനേറ്റ് ആയി. ഇനി നമ്മൾ ഇവിടെ 2 സെക്ഷൻസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇവിടെ ഇപ്പോൾ എത്ര, ഇതെന്ന് പറയുന്നത് റൂഫ് സ്റ്റോറിയാണ്, ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റോറിയാണ്. ഓക്കെ, ഈ 2 സ്റ്റോറീസിൻ്റെ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ കോളത്തിൻ്റെ കോൺട്രാഫ്ലക്ഷൻ പോയിന്റ്സിൽ കൂടി ഒരു സെക്ഷൻ ഞാൻ കൺസിഡർ ചെയ്തു. ദാറ്റ് ഈസ് 1 1 ആൻഡ് ദിസ് ഈസ് സെക്ഷൻ 2 2. അപ്പോൾ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഷിയേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ള. എവിടത്തെ ഹൊറിസോണ്ടൽ ഷിയേഴ്സാണ്, കോളത്തിലെ ഓരോ കോളത്തിലെയും ഹൊറിസോണ്ടൽ ഷിയേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അതിനാണ് നമ്മൾ പറഞ്ഞ അസംഷൻ എന്താണ്, എക്സ്റ്റീരിയർ കോളത്തിൽ എത്രയാണോ ഷിയർ കെയർ ചെയ്യുന്നത് അതിൻ്റെ ട്വൈസ് ആയിരിക്കും ഇൻറ്റീരിയർ കോളംസ് കെയർ ചെയ്യുന്ന ഷിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എഴുതുവാണ്. ഞാൻ ആദ്യം ഈസ് കൺസിഡറിങ് സെക്ഷൻ 1 1. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് എന്താണ്, ഈ സെക്ഷൻ 1 1 കൺസിഡർ ചെയ്യുക. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സെക്ഷൻ 1 1 മുകളിലോട്ടുള്ള അത്രയും ഭാഗം എടുത്ത് വരയ്ക്കണം. ഈ സെക്ഷൻ 1 1 മുകളിലേക്കുള്ള അത്രയും ഭാഗമാണ് ഇവിടെ എടുത്ത് വരച്ചേക്കുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇവിടെ ഞാൻ പറഞ്ഞു ഇൻറ്റീരിയർ കോളത്തിലും എക്സ്റ്റീരിയർ കോളത്തിലും ഷിയർ ആക്ട് ചെയ്യുന്ന ആ ഷിയറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാമല്ലോ ഒരു സ്ട്രക്ചറിലേക്ക് ഇതിപ്പോൾ ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, ഈ സ്ട്രക്ചറിലേക്ക് ഞാൻ ലോഡ് ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ അതിന് എന്താണ് റെസിസ്റ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഷിയർ സ്ട്രെസ്സ് അല്ലെങ്കിൽ ഷിയർ ഡെവലപ്പ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഷിയർ എന്ന് പറയുന്നത് ടാൻജൻഷ്യലാണ്. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വരച്ചതേ ഉള്ളൂ. ടാൻജൻഷ്യൽ സ്ട്രെസ്സാണ്, ടാൻജൻഷ്യൽ ഫോഴ്സാണ് ഷിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ എന്താണോ ലോഡ് കൊടുക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഷിയർ ഡെവലപ്പ് ആവുന്നത്. സോ ഇവിടെ 200 kN ഇങ്ങോട്ടേക്കാണ് ആക്ട് ചെയ്യുന്നത്. സോ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഞാൻ ഷിയർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് എൻ്റെ അടുത്ത അസംഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റീരിയർ കോളത്തിൽ P ആണ് എൻ്റെ ഷിയർ എങ്കിൽ എന്ത് ചെയ്യണം, ഇൻറ്റീരിയർ കോളത്തിൽ എത്രയായിരിക്കും, 2p ആയിരിക്കും ഷിയർ വരേണ്ടത്.
ഓക്കെ, ഇങ്ങനെ ഇത്രയും ചെയ്തു. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. അറ്റ് ഇക്വിലിബ്രിയം ആവണമെന്നുണ്ടെങ്കിൽ സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഈക്വൽ ടു 0 ആവണ്ടേ. അതായത് ഈ 200 കിലോ ന്യൂട്ടൺ റൈറ്റിലേക്കാണ്, അതേ ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്ക് ഇത് അറിഞ്ഞിടാത്തവർക്ക് എന്ത് ചെയ്യാം, സിഗ്മ എഫ് എച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, എല്ലാ ഹൊറിസോണ്ടൽ ഫോഴ്സസിൻ്റെയും സം എടുക്കുക. അതായത് ഇവിടെ ഇപ്പോൾ 200 എന്ന് പറഞ്ഞാൽ റൈറ്റിലോട്ടുള്ള ഫോഴ്സസിനെ എല്ലാം ഞാൻ പ്ലസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ 200 മൈനസ് പി മൈനസ് 2p മൈനസ് 2p മൈനസ് പി ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതിൽ നിന്നുമാണ് ഞാൻ ഈ ഈക്വേഷൻ എഴുതിയിരിക്കുന്നത് 200 ഈക്വൽ ടു പി പ്ലസ് 2p പ്ലസ് 2p പ്ലസ് പി. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്തു. അതിൽ നിന്ന് നമുക്ക് പി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മീനിങ് എന്താണ്, ഇവിടുത്തെ ഷിയർ എന്ന് പറഞ്ഞാൽ 33.33 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഷിയർ എന്ന് പറഞ്ഞാൽ എത്ര വരും, അതിൻ്റെ ഇരട്ടി 66.66 വരും. ഇനി എന്ത് ചെയ്യണം, ഇത് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ 1 കൺസിഡർ ചെയ്തു, എന്നിട്ട് അതിന് മുകളിലുള്ള എടുത്ത് വരച്ചു. ഇനി അടുത്ത് സെക്ഷൻ 2 കൺസിഡർ ചെയ്യുക, അതിന് മുകളിലുള്ളതെല്ലാം അതേപോലെ എടുത്ത് വരയ്ക്കുക. അതേപോലെ എടുത്ത് വരച്ചിട്ടുണ്ട്. 200 കിലോ ന്യൂട്ടൺ നമ്മളപ്പോൾ കൺസിഡർ ചെയ്യണം. ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ ലോഡ് എന്ന് പറഞ്ഞാൽ 200 കിലോ ന്യൂട്ടൺ ഇങ്ങോട്ടേക്കാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ, 400 ഇങ്ങോട്ടേക്കാണ് ആക്ട് ചെയ്യുന്നത്. അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഷിയർ ഡെവലപ്പ് ആവുന്നത്. സോ ഞാൻ ആരോ മാർക്കെല്ലാം കാണിച്ചു. ഇനി ഇവിടെ വരുന്ന ഷിയറിന് ഞാൻ ക്യൂ എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുകയാണ്. സോ ക്യൂ എന്താണ്, ഇൻറ്റീരിയർ കോളംസിൽ 2Qവും എക്സ്റ്റീരിയർ കോളംസിൽ Q. ഇത് നമ്മുടെ അസംഷൻ എന്താണെന്ന് കറക്റ്റായിട്ട് അത് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി എന്താണ്, ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാം കൂടി സം എടുക്കുക. ദാറ്റ് ഈസ് നമുക്ക് വലത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് 2 ഫോഴ്സസാണ് ആക്ട് ചെയ്യുന്നത്, 200 പ്ലസ് 400. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ബാക്കി എല്ലാ ഫോഴ്സസും ആക്ട് ചെയ്യുന്നത്. സോ ഈക്വൽ ടു അതിൻ്റെ എല്ലാം കൂടി സം. അപ്പോൾ അതിൽ നിന്നും നമുക്ക് Q ഈക്വൽ ടു 100 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. അതായത് ഇവിടെ 100 കിലോ ന്യൂട്ടൺ ആണെങ്കിൽ ഇവിടെ 200 കിലോ ന്യൂട്ടൺ ആണ് ഷിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൊമെൻറ്റ് കണ്ടുപിടിക്കുക. എവിടത്തെ മൊമെൻറ്റ് കണ്ടുപിടിക്കണം, കോളത്തിലെ മൊമെൻറ്റ് കണ്ടുപിടിക്കണം. കോളത്തിലെ മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ഇപ്പോൾ നമുക്ക് കിട്ടിയില്ലേ പിയും, അതായത് കഴിഞ്ഞ നമുക്ക് പി എത്രയാണെന്ന് കിട്ടി, ക്യൂ എത്രയാണെന്ന് കിട്ടി. ഇനി നമ്മൾ എന്താണ്, ഇതിലേക്ക് അങ്ങ് വരച്ച് ചേർക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഫ്രെയിം അതേപോലെ എടുത്ത് വരച്ചു. എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ കിട്ടിയ വാല്യൂസ് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്, ഷിയറിൻ്റെ വാല്യൂസ് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ 100 ആയിരുന്നു, അകത്ത് 200 ആയി. ഇവിടെ 33.33 ആണ്, അകത്ത് രണ്ടിടത്തും 66.66. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച സാധനങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചു, അത്രേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഓരോന്നായിട്ട് കൺസിഡർ ചെയ്യാം. ടോപ്പ് സ്റ്റോറി കോളം ഞാൻ കൺസിഡർ. ടോപ്പ് സ്റ്റോറി കോളം എന്ന് പറഞ്ഞാൽ AE BF CG DH, ഇത് ഇത്രയാണ് ടോപ്പ് സ്റ്റോറി കോളം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ MEA അല്ലെങ്കിൽ MAE രണ്ടും എന്താണ്, ഇതൊരു കോളം അല്ലേ, അതിന് നമ്മൾ AE എന്ന് പറഞ്ഞാലും EA എന്ന് പറഞ്ഞാലും മൊമെൻ്റ് എന്താണ്, സെയിം ആണ്. സോ നമുക്ക് എഴുതാം 33.33 × 2 വരാൻ കാരണം ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 4 മീറ്റർ. അപ്പോൾ അത് നമ്മളിവിടെ ഇപ്പോൾ ലോഡ് ആക്ട് ചെയ്യുന്ന ഏത് പോയിന്റിലാണ്, 33.33 ഇവിടെ നിന്നും നമ്മുടെ ജോയിൻറ്റ് കൺസിഡർ ചെയ്യുന്ന ഏതാണ്, A എന്നുള്ള ജോയിൻ്റാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ A എന്നുള്ള ജോയിൻറ്റ് വരെയുള്ള ഡിസ്റ്റൻസ്, അല്ലാന്നുണ്ടെങ്കിൽ E എന്നുള്ള ജോയിൻറ്റ് വരെയുള്ള ഡിസ്റ്റൻസ്, രണ്ടും ഈക്വൽ അല്ലേ, കാരണം അത് മിഡ് ഹൈറ്റിലാണ് പോയിന്റ് ഓഫ് കോൺടാക്ട് ഫ്ലക്ചർ വരുന്നത്, അവിടെയാണ് ഈ ഷിയർ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ 33.33 നമ്മൾ എന്ത് ചെയ്തു, ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 ആണ്, അത് ചെയ്ത് 66.66 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടി. ഇനി അടുത്ത് നമ്മൾ MDHും HD, അവിടെയും 33.33 തന്നെയാണ് സെൻറ്ററിൽ ആക്ട് ചെയ്യുന്ന ലോഡ്. അത് ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ്, ജോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, ഏത് ജോയിൻറ്റിലേക്ക് വേണമെങ്കിലും എടുക്കാം, രണ്ടും ഈക്വൽ ആണ്. സോ 2 ഇൻറ്റു ചെയ്തു. ഇനി അടുത്ത് എന്ത് ചെയ്യണം, MBF എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, 66.66 ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്, 2 ആണ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതാണ് മൊമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബോട്ടം സ്റ്റോറി കോളം എടുക്കുക. ബോട്ടം സ്റ്റോറി എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, 100 ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്, 2.5, അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് എടുക്കാം, അതെന്ന് പറഞ്ഞാൽ 2.5 ആണ്. അപ്പോൾ ഇവിടെയും ആൻസർ സെയിം ആയിരിക്കും, 250 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇനി MEI MI എന്നൊക്കെ എഴുതിയിരിക്കുന്ന സെയിം കോളത്തിൻ്റെ തന്നെ മൊമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ MEA എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്ന മൊമെൻറ്റ്, MIE എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്ന മൊമെൻറ്റ്, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ മൊമെൻറ്റും കിട്ടി. ഇനി നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് മൊമെൻ്റ് ഓഫ് കോളം എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. നമ്മളിനി അസംഷനാണ് നമ്മുടെ കോളത്തിൽ വരുന്ന മൊമെൻറ്റ്സ് എല്ലാം ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, അതേസമയം ബീമിൽ വരുന്ന മൊമെൻറ്റ്സ് എല്ലാം ക്ലോക്ക് വൈസ് ആണെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന അസംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം,
ഇത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞതെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. അത് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, കോളത്തിൽ വരുന്ന മൊമെൻ്റ് എല്ലാം ഞാൻ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, കോളത്തിൽ വരുന്ന മൊമെൻ്റ് എങ്ങനെയാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ബീമിൽ വരുന്ന മൊമെൻറ്റ്സ് എല്ലാം ക്ലോക്ക് വൈസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളിതേ നമ്മൾ ഈ എ എന്ന് പറയുന്ന ജോയിൻ്റ് എടുക്കുകയാണെന്ന് വെച്ചോ. ഞാൻ ഈ എ എന്നുള്ള ജോയിൻ്റ് എടുക്കുമ്പോൾ ബ്ലാക്ക് കളർ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ എ എന്ന് പറയുന്ന ജോയിൻ്റ് എടുക്കുന്ന സമയത്ത് ഈ എ ബി എന്നുള്ള ബീമിൽ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചോ. അത് സാധാരണ എന്ത് ചെയ്യും, അതായത് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലുമൊക്കെ ലോഡ് വരുമല്ലോ. നമ്മളൊരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആകുമ്പോൾ അതിൻ്റെ സ്ലാബിൽ വരുന്ന ലോഡെന്ന് പറയുന്നത് ബീമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ചെയ്യുന്നത്, എന്നിട്ട് ബീമാണ് കോളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മുകളിൽ വരുന്ന ലോഡ് കാരണം ഈ ബീം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സാഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ താഴേക്ക് വരുന്ന, നമ്മൾ സാധാരണ സാഗിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. നമ്മുടെ അസംഷനാണ് സാഗിങ് മൊമെൻ്റ് പോസിറ്റീവാണ്. സോ MAB എന്ന് പറയുന്നത് എന്തായി, അവിടെ പോസിറ്റീവായി. സോ അതിനെ പോസിറ്റീവ് മൊമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ജോയിൻ്റ് എ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഈ ഒരു പോസിറ്റീവ് മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം, ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യണം. ആ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് എവിടെയായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്, ഈ ഒരു കോളത്തിലായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോളത്തിൽ എന്തായി, ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റായി. ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അറിഞ്ഞു വെച്ചിരുന്നാൽ മതി, ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഇട്ടെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്ന മൊമെൻറ്റ്സ് ഇൻ ബീംസ് ആണ്. ബീംസിൽ എങ്ങനെയാണ് മൊമെൻറ്റ് കണ്ടുപിടിക്കുക. നമ്മളിപ്പോൾ ചെയ്തത് എന്തായിരുന്നു, കഴിഞ്ഞ ഇതിൽ മൊമെൻറ്റ്സ് ഇൻ കോളംസ് ആയിരുന്നു. ഇനി ബീംസിൽ എങ്ങനെ നമുക്ക് മൊമെൻറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇതാണ് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഈ റൂഫ് ബീം കൺസിഡർ. റൂഫ് ബീം എന്ന് പറഞ്ഞാൽ ABBCCD, ഇത് ഇത്രയാണ് റൂഫ് ബീം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ഒരു ജോയിൻറ്റ് ഇക്വിലിബ്രിയത്തിലാവണമെന്നുണ്ടെങ്കിൽ സം ഓഫ് ഓൾ മൊമെൻറ്റ്സ് ഷുഡ് ബി 0 ആണല്ലോ. ഈ ഒരു ജോയിൻറ്റ് ഇക്വിലിബ്രിയത്തിൽ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എല്ലാ മൊമെൻറ്റ്സിൻ്റെയും സം എന്ന് പറയുന്നത് 0 ആവണം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം എഴുതുവാണ്, ഞാൻ ജോയിൻറ്റ് A കൺസിഡർ ചെയ്യുന്നു. ജോയിൻറ്റ് A കൺസിഡർ ചെയ്യുമ്പോൾ ഈ A എന്നുള്ള ജോയിൻറ്റിൽ ഈ AB എന്ന് പറയുന്ന ബീമും ഉണ്ട്, AE എന്ന് പറയുന്ന കോളവും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സം ഓഫ് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 അറ്റ് എ ജോയിൻറ്റ്. അപ്പോൾ MAB അതാണ് ബീമിലുള്ള മൊമെൻറ്റ് പ്ലസ് MAE എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 0 ആണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു കോളത്തിൽ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റും ബീമിൽ ക്ലോക്ക് വൈസ് മൊമെൻറ്റുമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നെഗറ്റീവ് വേണം. -MAE പ്ലസ് MABC ഈക്വൽ ടു 0. അതിൽ നിന്ന് നമ്മൾ MAE കഴിഞ്ഞ ഇതിൽ നമ്മൾ കണ്ടുപിടിച്ചു, എത്രയാണ്, 66.66 ആയിരുന്നു. അപ്പോൾ MAE ഈക്വൽ ടു MAB ഈക്വൽ ടു MBA എന്ന് എഴുതാം. ഇനി അടുത്ത് എന്താണ്, നെക്സ്റ്റ് ജോയിൻറ്റ് കൺസിഡർ ചെയ്യാം, B എന്നുള്ള ജോയിൻറ്റ് കൺസിഡർ ചെയ്യാം. ഈ B എന്നുള്ള ജോയിൻറ്റ് നോക്കുമ്പോൾ AB എന്ന് പറയുന്ന, ഞാനെങ്കിൽ BA എന്ന് പറയുന്ന ബീമും BC എന്ന് പറയുന്ന ബീമും BF എന്ന് പറയുന്ന കോളവുമാണ് ഈ ജോയിൻറ്റ് Bയിൽ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യണം, സം ഓഫ് ഓൾ മൊമെൻറ്റ്സ് ഈക്വൽ ടു 0. സോ MBA പ്ലസ് MBC മൈനസ് MBF. എന്തിനാണ് മൈനസ് ഇട്ടത്, കോളത്തിൽ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ മൈനസ് ഇട്ടത്. ഇനി MBA നമുക്ക് അറിയാമല്ലോ, എത്രയാണ്, 66.66. MBF കഴിഞ്ഞ ഇതിൽ, അതായത് തൊട്ട് മുന്നുള്ള സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ MBC MCBയും സെയിം ആണ്, ആൻസർ കിട്ടി 66.66 kN മീറ്റർ. അടുത്ത് എന്ത് ചെയ്യണം, ജോയിൻറ്റ് C കൺസിഡർ ചെയ്യാം. ജോയിൻറ്റ് C കൺസിഡർ ചെയ്യുമ്പോൾ MCB MCD മൈനസ് MCG അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അറ്റ് ഈക്വൽ ടു 0 കൊടുക്കുക. ദെൻ MCD അല്ലെങ്കിൽ MDC എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 66.6 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ MAB നമ്മൾ എടുത്ത് എഴുതിയേക്കും കേട്ടോ. ഇനി അടുത്ത് വരുമ്പോഴത്തേക്കും മൊമെൻറ്റ്സ് ഇൻ ബീംസിൽ തന്നെ ബാക്കി കണ്ടുപിടിക്കേണ്ടത്. അതായത് നമ്മളിവിടെ ചെയ്തത് ഏതാ, ഫസ്റ്റ് സ്റ്റോറി ബിൽഡിംഗ് റൂഫ് ബീം മാത്രമാണ് നമ്മൾ ചെയ്തത്. ഇനി എന്ത് ചെയ്യണം, ഫസ്റ്റ് സ്റ്റോറിയിലുള്ള ഇത് ചെയ്യേണ്ടേ. സോ ഫസ്റ്റ് ഫ്ലോർ ബീം എന്ന് പറയുമ്പോഴത്തേക്കും EF FG GH ഇതെല്ലാം കൺസിഡർ. അപ്പം ഞാൻ എന്താണ് E എന്നുള്ള ജോയിൻറ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിലേതൊക്കെ വരും, EA വരും, EF വരും, EI വരും അല്ലേ. അപ്പോൾ അതിൽ MEA എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവാണ്, കോളം ആയതുകൊണ്ട്. അതേപോലെ മൈനസ് MEI പ്ലസ് MEF ഈക്വൽ ടു 0. ബാക്കിയെല്ലാം നമുക്കറിയാം, MEFൻ്റെ മാത്രമേ നമുക്ക് അറിയാവുന്നതായിട്ടുള്ളൂ. സോ MEF കണ്ടുപിടിക്കാം. ഈ MEA ഒക്കെ നമ്മൾ തൊട്ട് മുന്നേ ഉള്ള സ്റ്റെപ്പിലൊക്കെ കണ്ടുപിടിച്ചതാണ്. ഇനി ജോയിൻറ്റ് F എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, MFB മൈനസ് MFB മൈനസ് MFJ പ്ലസ് MFE പ്ലസ് MFJ. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്.
ഈക്വൽ ടു 0ക്ക് ഇക്വേറ്റ് അതിൽ നിന്നും MFG കണ്ടുപിടിക്കുക. MFG എന്താണോ അത് തന്നെയല്ലേ MGF എന്ന് പറയുന്നത്. സോ അതെടുത്ത് എഴുതി. പിന്നെ ജോയിൻ്റ് H കൺസിഡർ ചെയ്യുന്നു. ജോയിൻ്റ് H കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? ഈ MHD മൈനസ് MHD, ഞാൻ ഇവിടെ വീണ്ടും എടുത്ത് എഴുതിയിട്ടില്ല കേട്ടോ, മൈനസ് MHD മൈനസ് MHL പ്ലസ് MHG. ഇവിടെ മൈനസ് എടുക്കാൻ കാരണം എന്താണ്? കോളത്തിൽ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റാണ് മൈനസ് എടുത്തത്, ബീമിൽ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് പോസിറ്റീവ് എടുത്തു. സോ മൈനസ് MHD പ്ലസ് MHL മൈനസ് MHD മൈനസ് MHL പ്ലസ് MHG ഇതൊന്നും പറഞ്ഞ് ഈക്വൽ ടു 0. അതിൽ നിന്ന് നമുക്ക് MHG കിട്ടും. സോ നമുക്ക് കിട്ടിയ എല്ലാ മൊമെൻറ്റ്സും ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാണ് ഷിയർ ഫോഴ്സ് ഇൻ ബീംസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ ബീമിലും എത്രയാണ് ഷിയർ ഫോഴ്സ് വരുന്നതെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ച് ചെയ്തായിരുന്നു, കോളത്തിൻ്റെ ആയിരുന്നു നമ്മൾ ഓരോന്നിലും ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ച് ചെയ്ത്. ഇനി ബീംസിലുള്ള ഷിയർ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഷിയർ ഫോഴ്സ് ഇൻ ബീം AB എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ MAB പ്ലസ് MBA ബൈ സ്പാൻ ആണ്. MAB MBA നമുക്കറിയാം എത്രയാണ്? 66.66 ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഈ സ്പാൻ എന്ന് പറഞ്ഞാൽ 8 മീറ്റർ ആണ് MAB. ദെൻ ഷിയർ ഫോഴ്സ് ഇൻ BC എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? MBC പ്ലസ് MCB ഡിവൈഡഡ് ബൈ സ്പാൻ. സോ MBC എന്ന് പറഞ്ഞാൽ 66.66 തന്നെയാണ്, പ്ലസ് 66.66 ഡിവൈഡഡ് ബൈ സ്പാൻ എന്ന് പറഞ്ഞാൽ 10 മീറ്റർ. സോ ഷിയർ ഫോഴ്സ് ഇൻ BC കിട്ടി. ഇനി ഷിയർ ഫോഴ്സ് ഇൻ CD കിട്ടാൻ എന്ത് ചെയ്യണം? അതേപോലെ തന്നെ MCD എത്രയാണ്? 66.66, അതേ ഇൻറ്റു 2 വരും ഡിവൈഡഡ് ബൈ അവിടുത്തെ സ്പാൻ എന്ന് പറഞ്ഞാൽ 6. അപ്പോൾ അതേപോലെ നമ്മൾ ഷിയർ ഫോഴ്സ് ഇൻ EF എന്ന് പറയുന്നത് എന്താണ്? MEF എത്രയാണ്? 316.66 പ്ലസ് MFE എന്ന് പറയുന്നത് 31.66 ഡിവൈഡഡ് ബൈ സ്പാൻ 8. അത് ചെയ്യുമ്പോൾ നമുക്ക് 71.17 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ ബീമിൻ്റെയും ഷിയർ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആക്സിയൽ ആൻഡ് ഷിയർ ഫോഴ്സ് ഇൻ ബീംസ് ആൻഡ് കോളംസ് നമ്മളിങ്ങനെ ഒരു ഫിഗർ വഴി റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് അടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ഇതിപ്പോൾ നിങ്ങൾ നോക്കണ്ട, ഇപ്പോൾ അത് അറിയാണ്ട് വന്നതാണ്, ഇത് ഞാൻ ഒരു അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ MAB MAC അതായത് ABCD EFG HIJK ആണ്, ഇവിടെ K അല്ല. ഓക്കെ, അങ്ങനെ നമ്മളെല്ലാ ജോയിൻസും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ജോയിൻസും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച സാധനങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ ഞാൻ എല്ലായിടത്തും ഗ്യാപ്പ് വിട്ടിട്ടുണ്ടല്ലേ. ആ ഗ്യാപ്പ് എന്തിനാണ് വിട്ടെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചത് എന്താണ്? നമ്മുടെ ഇതാണ് എൻ്റെ ബീമെങ്കിൽ അതിൻ്റെ സെൻറ്ററിലായിട്ടായിരിക്കും പോയിൻ്റ് ഓഫ് കോൺട്രഫ്ലക്ഷൻ ആയിരിക്കും. സോ ഈ സെൻറ്ററിൽ പോയിൻ്റ് ഓഫ് കോൺട്രഫ്ലക്ഷൻ എന്ന് എന്താണ്? ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0, അല്ലെങ്കിൽ ബെൻഡിങ് മൊമെൻ്റ് സൈൻ ചേഞ്ച് ആവുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ എന്തെങ്കിലും ആ പോയിന്റിൽ തന്നെ ലോഡുകൾ ആക്ട് ചെയ്യുന്നുണ്ട് ആ ബീമിൽ. നമ്മളെപ്പോഴും ലോഡ് ആക്ട് ചെയ്യുന്നത് അതിൻ്റെ സെൻറ്ററിലാണ് എന്നൊക്കെയല്ലേ നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ ആ ലോഡൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എന്ത് ചെയ്തേക്കുന്നത്? കുറച്ച് സ്പേസ് ഇട്ട് വരച്ചേക്കുന്നത്. കണ്ടോ? അതായത് MAB എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു ബീമാണ്, ബട്ട് അവിടെ ഞാൻ കുറച്ച് സ്പേസ് ഇട്ടേക്കുന്നത് ആ പോയിൻ്റ് ഓഫ് കോൺട്രഫ്ലക്ഷനെ സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചേക്കുക. അത് നമ്മൾ എല്ലായിടത്തിലും, അതായത് ഈ ഒരു കോളം വന്നാലും ബീം വന്നാലും എന്ത് ചെയ്യണം? ആ പോയിൻ്റ് ഓഫ് കോൺട്രഫ്ലക്ഷനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ കാണിക്കണം. ഓക്കെ, അപ്പോൾ എന്തിനാ ഞാൻ എൻ്റെ പോയിൻ്റ് ഓഫ് കോൺട്രഫ്ലക്ഷൻ മാർക്ക് ചെയ്തു? ഒരു പോയിൻ്റ് ഓഫ് കോൺട്രഫ്ലക്ഷനെ ഒരു ബീമിൽ വരത്തുള്ളൂ, ഈ ഒരു ബീമിലുള്ളൂ, ബട്ട് ഞാനിവിടെ സ്പ്ലിറ്റ് ചെയ്ത് വരച്ചേക്കുള്ളൂ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ ബീമാണ്, ബീമിലുള്ള ഷിയർ ഫോഴ്സ് നമ്മൾക്ക് വേണം. അപ്പോൾ ബീമിലുള്ള ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കുറച്ച് നേരത്തെ ബീമിലെ ഷിയർ ഫോഴ്സ് പറഞ്ഞല്ലേ. ഷിയർ ഫോഴ്സ് ഇൻ ബീം AB എത്രയാണ്? 16.66 കിലോ ന്യൂട്ടൺ ആണ്. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബീമിൽ ഷിയർ ഫോഴ്സ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പോയിൻ്റ് ഓഫ് കോൺട്രഫ്ലക്ഷന് ലെഫ്റ്റ് സൈഡ് അപ്വേർഡ് ആയിരിക്കണം ആരോ. ഇതെപ്പോഴും ഫോളോ ചെയ്യുക. റൈറ്റ് സൈഡിലാണെങ്കിൽ ഡൗൺവേർഡ് ആയിരിക്കണം ആരോ. ഓക്കെ, അതാണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. സോ 16.66 ആണ് അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് 16.66. ഓക്കെ അല്ലേ? ദെൻ അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? നമുക്ക് കിട്ടിയ നമ്മുടെ ഫ്രെയിമിന് അതേപോലെ എടുത്ത് വരച്ചു. പോയിൻ്റ് ഓഫ് കോൺട്രഫ്ലക്ഷൻ്റെ ഭാഗങ്ങൾ എല്ലായിടത്തും കോളത്തിലാണെങ്കിലും ബീമിലാണെങ്കിലും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഷിയർ ഫോഴ്സ് ഇൻ ബീംസ് മാർക്ക് ചെയ്യാൻ പോവുകയാണ്.
അപ്പോൾ അത് മാർക്ക് ചെയ്യുമ്പോൾ എന്താ, നമ്മുടെ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷന് ലെഫ്റ്റ് സൈഡ് ഷിയർ ഫോഴ്സ് മുകളിലേക്കും റൈറ്റ് സൈഡ് താഴേക്കും എപ്പോഴും അങ്ങനെ വേണം നമ്മൾ വരയ്ക്കാൻ. കാരണം എന്താണ്, പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ആദ്യത്തെ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുകയാണ് അല്ലേ, എല്ലാ പോയിന്റും ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുകയാണ്. സോ അപ്വേർഡ് ഫോഴ്സ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ്. സോ 16.66 മുകളിലേക്ക് മാർക്ക് ചെയ്തു, താഴേക്ക് 16.66. ഇനി അടുത്ത് ഞാൻ ഈ ബി സി എന്നുള്ള ബീം എടുക്കുമ്പോൾ അവിടെയും ഞാൻ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെയും എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ്റെ ലെഫ്റ്റ് സൈഡ് അപ്വേർഡ് ആരോ ആണ്, റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് ആരോ ആണ്. സോ അവിടെ എൻ്റെ വാല്യൂസ് 13.32 ആയിരുന്നു. നോക്കട്ടെ, 13.32 ഷിയർ ഫോഴ്സ് ഇൻ ബീം ബി സി എന്ന് പറയുന്നത് 13.32. സോ അത് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അപ്വേർഡ് ആരോ കാണിച്ചു 13.32, ഡൗൺവേർഡ് ആരോ കാണിച്ചിട്ടുണ്ട്, അതും 13.32 എന്ന് തന്നെ മാർക്ക് ചെയ്യുക. ഇനി സി ഡി എന്നുള്ള ബീം എടുക്കുമ്പോൾ സി ഡിയിൽ എത്രയാണ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 22.22 kN ആണ്. സോ എന്ത് ചെയ്യണം, നമ്മുടെ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് എന്ത് ചെയ്യണം, അവിടെ അപ്വേർഡ് ആരോ കാണിക്കുക, ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ആരോ, റൈറ്റ് സൈഡിൽ ഡൗൺവേർഡ് ആരോ കാണിച്ച് 22.22 മാർക്ക് ചെയ്തു. അതേപോലെ ഇ എഫിൽ വരുമ്പോഴത്തേക്ക് എപ്പോഴും എന്ത് ചെയ്യണം, പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ലെഫ്റ്റ് സൈഡ് അപ്വേർഡ്, റൈറ്റ് സൈഡ് ഡൗൺവേർഡ്. അവിടെ 79.17 ആണ് നമുക്ക് ഇ എഫിലെ വാല്യൂ ആണല്ലേ, 79.17. അതേപോലെ ഇവിടെ മാർക്ക് ചെയ്തു. ദെൻ എഫ് ജി. അപ്പോൾ അതേപോലെ എല്ലാ ബീംസിലും എന്ത് ചെയ്യണം, ഇതേപോലെ ഷിയർ ഫോഴ്സ് മാർക്ക് ചെയ്യുക ബീംസിലുള്ള. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കോളത്തിലുള്ള ഷിയർ ഫോഴ്സ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകണം. ഓക്കെ, കോളത്തിലുള്ള ഷിയർ ഫോഴ്സ്. അപ്പോൾ നമ്മൾ എം എ ബി എടുക്കുന്ന സമയത്ത് അവിടെ കോളത്തിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ബീമിൽ വന്നപ്പോൾ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ലെഫ്റ്റ് സൈഡ് അപ്വേർഡ് ആരോയും റൈറ്റ് സൈഡ് ഡൗൺവേർഡ് ആരോ ആയിരുന്നു. നമ്മൾ കോളത്തിൽ വരുമ്പോൾ അതിൻ്റെ കോൺട്രാഫ്ലക്ഷൻ്റെ മുകളിൽ ലെഫ്റ്റ് സൈഡ് ആരോയും റൈറ്റ് സൈഡ് ആരോ ആണ് താഴെ വരുന്നത്. ഈ ഒരു പാറ്റേൺ തന്നെ എപ്പോഴും ഫോളോ ചെയ്യണം. ഓക്കെ, പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ മുകളിൽ ലെഫ്റ്റ് സൈഡ് ആരോ ആണ്, താഴെയായിട്ട് വരുമ്പോൾ റൈറ്റ് സൈഡ് ആരോ ആണ് എടുക്കാനായിട്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ ഈ ഒരു രീതി എപ്പോഴും ഫോളോ ചെയ്യുക. ബീമിലാണെങ്കിൽ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ലെഫ്റ്റ് സൈഡ് അപ്വേർഡ് ആരോ, റൈറ്റ് സൈഡ് ഡൗൺവേർഡ് ആരോ. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ്റെ മുകളിൽ ലെഫ്റ്റിലോട്ട് ആരോ, താഴേക്ക് റൈറ്റിലോട്ട് ആരോ. ഓക്കെ അല്ലേ. ഇനി നമ്മൾ എം എ ഇ, ഇതാണ് എം എ ഇ എന്ന് പറഞ്ഞാൽ എൻ്റെ ബീം കോളം എന്ന് പറയുന്നത്. സോ അതിൽ വരുന്ന ഷിയർ ഫോഴ്സ് നമ്മൾ കോളത്തിൻ്റെ നമ്മൾ ആദ്യം കണ്ടിച്ചു 33.33 ആണ്. ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ, 33.33. സോ അത് നമ്മളിവിടെ എടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 33.33. ഇനി എന്താണ്, എൻ്റെ ബി എഫ് എന്നുള്ളത് എടുക്കണം. ബി എഫ് എന്ന് പറയുമ്പോഴത്തേക്കും ബി എഫിൽ എത്രയാണ്, ഇറ്റ് ഈസ് 66.66. ഇവിടെയും 66.66. അപ്പോൾ അത് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ മാർക്ക് ചെയ്തു. എന്നിട്ട് മുകളിൽ ലെഫ്റ്റിലോട്ട് ആരോ, താഴെ റൈറ്റിലോട്ട് ആരോ, എന്നിട്ട് 66.66 മാർക്ക് ചെയ്തു. ദെൻ സി ജി എന്ന് പറയുന്നത് വരുമ്പോഴത്തേക്കും എന്താണ്, വീണ്ടും 66.66 ആരോ മാർക്ക് ചെയ്യുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് നമ്മുടെ വാല്യൂസ് എല്ലാം എടുത്തെഴുതാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെയുള്ള എന്താണ്, കോളത്തിലെ ആക്സിയൽ ഫോഴ്സസ് എഴുതാൻ പോകണം. എന്താണ്, കോളത്തിലെ ആക്സിയൽ ഫോഴ്സൊക്കെ നമ്മളിവിടെ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? അതായത് കോളത്തിലെ ആക്സിയൽ ഫോഴ്സ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഇവിടെ ഇപ്പോൾ 16.6 എന്ന് പറയുന്ന ഒരു ലോഡ് മുകളിലേക്ക് ആക്ട് ചെയ്യണം അല്ലേ. ഇവിടുത്തെ നമ്മുടെ ബീമിലെ ഷിയറാണ് 16.66. ഇനി ഈ ഒരു ജോയിൻ്റ് എ എടുത്തു കഴിഞ്ഞാൽ വേറെ വെർട്ടിക്കൽ ലോഡ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സോ ഇവിടെയായിട്ട് ഒരു 16.6 മുകളിലോട്ടുണ്ട്. അപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം, ഒരു ഡൗൺവേർഡ് 16.6 വേണം, എന്നാലല്ലേ അത് ഇക്വിലിബ്രിയത്തിലാവത്തുള്ളൂ. സോ ആ ഡൗൺവേർഡ് 16.66 ആണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. അതാണ് ഈ ആരോ മാർക്ക് ഡൗൺവേർഡ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇങ്ങോട്ടേക്ക് താഴേക്കാണെങ്കിൽ ഇങ്ങോട്ട് എന്ത് ചെയ്യണം, മുകളിലേക്ക് തന്നെ മാർക്ക് ചെയ്യുക, നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഇത് നോക്കാം. അടുത്ത് ഞാൻ ഇവിടുത്തെ കോളത്തിലെ ആക്സിയൽ ഫോഴ്സ് പറയുവാണ്. അതെങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ, നമ്മുടെ താഴേക്ക് ഒരു നമ്മുടെ ഈ ഒരു കോളം എടുക്കുമ്പോൾ അതിൽ ആ ഒരു ജോയിൻറ്റ് ബി എന്നുള്ള ജോയിൻറ്റ് വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. ഓക്കെ, ആ ജോയിൻറ്റ് ലെഫ്റ്റിലും റൈറ്റിലും താഴേക്കും എന്തുണ്ട്, ലോഡുകൾ വരേണ്ടതാണ്. സോ ഈ ഒരു ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത്, ഇവിടെ താഴേക്ക് ഒരു 16.66 ഉണ്ട്, മുകളിലേക്ക് ഒരു 13.32 ഉണ്ട്. രണ്ടും ഓപ്പോസിറ്റ് സൈനാണ്. അപ്പോൾ എന്ത് ചെയ്യണം, താഴേക്കുള്ളതിനെ ഞാൻ പോസിറ്റീവായിട്ടും മുകളിലേക്കുള്ള ലോഡിനെ ഞാൻ നെഗറ്റീവായിട്ടും എടുത്തു. എന്നിട്ട് ഡിഫറൻസ് എടുക്കുന്നു. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 3.34 ആണ്.
അത് പക്ഷേ നമ്മൾ എങ്ങോട്ട് മാർക്ക് ചെയ്യണം? ഈ 3.34 എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് ഫോഴ്സ് അല്ലേ? ആണല്ലോ. 16.66 ആണ് കൂടുതൽ, 13.32 കുറവാണ്. സോ ഞാൻ ഇതിൻ്റെ ഡിഫറൻസ് ആയിട്ടുള്ള ഈ 3.34 ഡൗൺവേർഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഡൗൺവേർഡ് 3.34നെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു അപ്വേർഡ് 3.34 നമ്മൾ കൊടുത്തു. ഓക്കെ, അതാണ് ഇവിടെ ആരോ മുകളിലേക്ക് 3.34 കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഡൗൺവേർഡ് ആരോ കൊടുക്കുക. ഓക്കെ, ഇതെല്ലാം നമ്മൾ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷനിലാണ് ഈ വരച്ചേക്കുന്നത്. ദെൻ നമുക്ക് ഈ CG എന്ന് പറയുന്ന ഇത് നോക്കാം. അതെങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? CG എന്ന് എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കിക്കേ, ഇവിടെ ഒരു 13.32 താഴെയുണ്ട്, താഴോട്ടാണ്. മുകളിലേക്ക് ഒരു 22.22 ഉണ്ട്. എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് എടുക്കുക. വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുന്നു. എന്നിട്ട് വലുതിൻ്റെ ഡയറക്ഷൻ, ദാറ്റ് ഈസ് 22.22 മൈനസ് 13.32 ചെയ്യുമ്പോൾ 8.9. അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? മുകളിലേക്കാണ്. സോ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ താഴേക്ക് ഒരു ഫോഴ്സ് വേണം അല്ലേ? അതാണ് ഈ കോളത്തിൽ താഴേക്കൊരു 8.9 നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ താഴേക്കാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? മുകളിലേക്ക് വരയ്ക്കുക. എഗെയിൻ ഇവിടെ വരുമ്പോഴത്തേക്കും അവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു താഴേക്ക് ഒരു 22.22 ഉള്ളൂ, വേറെ ഒരു ലോഡും ഇല്ല. സോ നമുക്ക് ആ 22.22 താഴേക്ക് വരുന്ന ലോഡിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ അപ്വേർഡ് ഒരു 22.22 കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം? താഴേക്ക് ഒരു ആരോ മാർക്ക് കൊടുക്കുക. ഓക്കെ, അത്രയാകുമ്പോൾ ഇവിടുത്തെ എല്ലാ കോളംസും കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? താഴത്തെ കോളംസ് എടുക്കുവാണ്. ഓക്കെ, താഴത്തെ കോളത്തിൽ നമ്മൾ ഷിയർ ഫോഴ്സ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ആദ്യം നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതായത് നമ്മൾ പറഞ്ഞു കോൺട്രാഫ്ലക്ഷന് മുകളിലാണെങ്കിൽ ആരോ എങ്ങോട്ട് വേണം? ലെഫ്റ്റിലോട്ടും. താഴേക്കാണെങ്കിൽ ആരോ എന്ന് പറയുന്നത് റൈറ്റിലോട്ടും. ഇനി നമ്മൾ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇത് നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 100, 200, 200, 100. അതാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് മാർക്ക് ചെയ്യുന്നത്. അതാണ് ഇവിടെ 100 മാർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടോ? ഇങ്ങോട്ടേക്ക് 100, ഇങ്ങോട്ടേക്ക് 100. ദെൻ അടുത്ത് ആ 100 തന്നെയല്ലേ ഇവിടെയും വരുന്നത്? ഔട്ട് സൈഡ് രണ്ടും 100 ആയിരുന്നു, ഇൻസൈഡ് രണ്ടും 200 ആയിരുന്നു. സോ മുകളിൽ ആരോ ലെഫ്റ്റിലേക്ക്, കോൺട്രാഫ്ലക്ഷന് താഴെ ആരോ റൈറ്റിലേക്ക്. 100 മാർക്ക് ചെയ്ത് ഇവിടെ രണ്ടിടത്ത് എന്ത് വരും? 200 എന്ന് വരും. അതാണ് ഇവിടെ 200 മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ കോളത്തിലുള്ള ആക്സിയൽ ഫോഴ്സസ് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യും? ആക്സിയൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ 79.17 എന്ന് പറയുന്ന ഒരു ലോഡ് മുകളിലേക്കുണ്ട്. അതേപോലെ ഈ കോളത്തിൽ ഒരു 16.66 മുകളിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് രണ്ടും എന്താണ്? മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. സോ അതിന് രണ്ടിൻ്റെയും കൂടി സം എടുക്കുക. 79.17 പ്ലസ് 16.66. അപ്പോൾ നമുക്ക് 95.88 എന്ന് കിട്ടും. ഓക്കെ, എന്നിട്ട് അത് എങ്ങോട്ടേക്കാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്? താഴേക്ക് വേണം മാർക്ക് ചെയ്യാൻ. കാരണം ഇത് രണ്ടും മുകളിലേക്ക് അപ്വേർഡ് ഫോഴ്സാണ്. അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഫോഴ്സ് എന്ത് ചെയ്യണം? താഴേക്ക് മാർക്ക് ചെയ്യണം. ദാറ്റ് ഈസ് 95.88 താഴേക്ക് മാർക്ക് ചെയ്യും. ഇവിടെ താഴേക്കാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? മുകളിലേക്ക്. ഓക്കെ, ഇനി വീണ്ടും ഇവിടെ വരുമ്പോഴത്തേക്കും എന്താണ്? ഇവിടെ ഒരു 63.33 മുകളിലേക്കുണ്ട്, 79.17 താഴേക്കുണ്ട്, പിന്നെ ഒരു 3.34 താഴേക്കുണ്ട്, ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? താഴേക്കുള്ളതിനെ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ 79.17 പ്ലസ് 3.34 മൈനസ് 63.33 ചെയ്യുമ്പോൾ നമുക്ക് 19.18 എന്ന് കിട്ടും. അതെന്ന് പറയുന്നത് നമുക്ക് താഴേക്കല്ലേ ലോഡ് കൂടുതൽ. സോ ആ താഴേക്കായിരിക്കും ഈ 19.18 ആയിട്ട് ചെയ്യുന്നത്. അതിനെ റെസിസ്റ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? അപ്വേർഡ് ഒരു ഫോഴ്സ് വേണം. അതാണ് ഇവിടെ ആരോ അപ്വേർഡ് കൊടുത്തേക്കുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ഡൗൺവേർഡ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത് ഇവിടെ വരുമ്പോഴത്തേക്കും എന്തുവാ നടക്കുന്നത്? ഇവിടെ ഒരു 63.33 താഴേക്കുണ്ട്, മുകളിലേക്ക് ഒരു 8.9 ഉണ്ട്, മുകളിലേക്ക് തന്നെ 105.55 ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് കഴിഞ്ഞാൽ മുകളിലേക്കുള്ള രണ്ടെണ്ണത്തിൻ്റെയും സം എടുത്തു, എന്നിട്ട് അതിൽ നിന്ന് 63.33 കുറയുന്നു. അപ്പോൾ എനിക്ക് 51.12 ആണ് അവിടുത്തെ നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ്. അതെന്ന് പറയുന്നത് മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. സോ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? താഴേക്കൊരു ഫോഴ്സ് വേണം, 51.12. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ നോക്കിയാൽ താഴേക്കൊരു 105 ഉണ്ട്, വീണ്ടും താഴേക്ക് തന്നെ ഒരു 22.22 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ രണ്ടിൻ്റെയും കൂടി സം എടുക്കുക. ദാറ്റ് ഈസ് 127.77. അത് ഇങ്ങോട്ട് ആ താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു അപ്വേർഡ് ഫോഴ്സ് വേണം വരുത്താനായിട്ട്. സോ ഇവിടെ മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു, താഴേക്ക് കൊടുത്തു. ഇനി നമ്മൾ ഇവിടെ ആയിട്ടൊരു ഇത് നമ്മൾ എന്തായിരുന്നു? ഫിക്സഡ് സപ്പോർട്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ ഫിക്സഡ് സപ്പോർട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? വെർട്ടിക്കൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പം അതിന് നേരെ താഴേക്ക് ഇവിടെ എന്താണോ വാല്യൂ അത് തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്, 95.88. അപ്പോൾ അത് ഇവിടെ നോക്കി, ഇവിടെ താഴേക്കാണ് ആരോ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? മുകളിലേക്ക് ആരോ വരും, ഇവിടുത്തെ വാല്യൂ അതേപോലെ വരും. മുകളിലേക്ക് ആരോ, അവിടുത്തെ വാല്യൂ അതേപോലെ.
ഇവിടെ വരുമ്പോഴും അതേപോലെ തന്നെ ഇവിടെ മുകളിലേക്കാണ് ആരോ കിടക്കുന്നത്. സോ നമ്മൾ താഴേക്ക് ആരോ കൊടുത്തു. ഇവിടുത്തെ വാല്യൂ എന്താണോ അത് തന്നെ അവിടെ വരും. ഇവിടെ താഴേക്കാണ് ആരോ, സോ ഇവിടെ വരുന്നത് മുകളിലേക്കാണ് ആരോ, അവിടുത്തെ എന്താണോ വരുന്നത് അത് തന്നെ വരും. അപ്പോൾ നമ്മൾ അതെല്ലാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ബീംസിലെ ആക്സിയൽ ഫോഴ്സ് കണ്ടുപിടിക്കാനാണ്. അതാണ് ഞാൻ ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബീംസിൽ കണ്ടുപിടിക്കാൻ നേരത്ത് ബീംസിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങോട്ടൊരു 200 കിലോ ന്യൂട്ടൺ ഉണ്ടല്ലേ. ഓക്കെ, ഇങ്ങോട്ടേക്കൊരു 200 കിലോ ന്യൂട്ടൺ ഉണ്ട്. ഈ എ ബി എന്നുള്ള ഇതെടുക്കുമ്പോൾ ഇങ്ങോട്ട് നമ്മൾ എ എന്നുള്ള ജോയിൻറ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യണം, 200 കിലോ ന്യൂട്ടൺ റൈറ്റിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു 33.33 ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. സോ അവിടുത്തെ നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 166.67 ആണ്. അത് എങ്ങോട്ടേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്, ഇങ്ങോട്ടേക്ക് റൈറ്റിലേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ലെഫ്റ്റിലേക്ക് വേണം നമ്മുടെ ഫോഴ്സ് വരാൻ. അതാണ് ഇവിടെ ലെഫ്റ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ലെഫ്റ്റ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, അത് റൈറ്റ് ആയിട്ട് മാറും. ഓക്കെ അല്ലേ. ഇനി ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു 66.66 ഉണ്ട്, ഇങ്ങോട്ടേക്ക് ഒരു 166.67 ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ ഒരു ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു 66.66 എടുക്കുന്നുണ്ട്. സോ ഇതിൻ്റെ നെറ്റ് അൺബാലൻസ്ഡ് എടുക്കുമ്പോഴത്തേക്ക് 100.01 വരും. അതെന്ന് പറഞ്ഞാൽ ഈ റൈറ്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. സോ അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് എന്ത് ചെയ്തു, ലോഡ് വന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ഇവിടെയും കൊടുത്തു. നമ്മൾ ഏതാണോ ബീം കൺസിഡർ ചെയ്യുന്നത്, ഇപ്പോൾ ബി സി എന്നുള്ള ബീമാണ് കൺസിഡർ ചെയ്യുന്നത്, നമ്മൾ ജോയിൻറ്റ് ബി മാത്രം കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇനി സി ഡി എന്നുള്ള ബീം കൺസിഡർ ചെയ്യുമ്പോൾ ജോയിൻറ്റ് സി കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ജോയിൻറ്റ് സിയിലേക്ക് ഒരു 100.01 വരുന്നുണ്ട്. ഇത് പിന്നെ ഇവിടെ ഈ ഒരു സിയിൽ വരുന്ന കോളത്തിൽ തന്നെ 66.66 ലെഫ്റ്റിലേക്ക് വരുന്നു. സോ അതിൻ്റെ ഡിഫറൻസ് എടുത്ത് 33.33. അതിൻ്റെ നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് ഇങ്ങോട്ട് റൈറ്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. സോ അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ എന്ത് ചെയ്യണം, തിരിച്ചൊരു ലെഫ്റ്റിലേക്കൊരു ആരോ കൊടുക്കുക. ഇവിടെ അതിന് നേരെ ഓപ്പോസിറ്റ്. ഇനി അതേപോലെ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കി 400 കിലോ ന്യൂട്ടൺ ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു 33.33 ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്, അതിന് ഓപ്പോസിറ്റായിട്ട് ഒരു 100 താഴെ ആക്ട് ചെയ്യുന്നുണ്ട്. സോ 400 + 33.33 - 100. അപ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. അതെന്ന് പറഞ്ഞാൽ എങ്ങോട്ടേ, ഈ റൈറ്റിലോട്ടല്ലേ വാല്യൂ കൂടുതൽ. സോ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത് റൈറ്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. സോ അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ലെഫ്റ്റിലേക്ക് ആരോ കൊടുത്തു. അതിന് നേരെ ഓപ്പോസിറ്റ് തന്നെ ഇവിടെയും വരും. ദെൻ ഇവിടെ വരുമ്പോഴത്തേക്ക് നോക്കിക്കേ, എഫ് എന്നുള്ള ജോയിൻ്റ് എടുക്കണം. ഇങ്ങോട്ടേക്ക് ഒരു 333 വരുന്നുണ്ട്, ഒരു 66.66 വരുന്നുണ്ട്, ലെഫ്റ്റിലേക്കാണ് -200 വരുന്നത്. സോ അതിൻ്റെ ബാക്കി എത്ര വരും, 200 എന്ന് വരും. അതെന്ന് പറയുന്നത് എന്താ, ഇങ്ങോട്ട് റൈറ്റിലേക്കാണ് നമ്മുടെ ഇവിടുത്തെ നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് വരുന്നത്. അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ലെഫ്റ്റിലേക്ക് നമ്മൾ ആരോ കൊടുത്തു. അതുപോലെ സിമിലർലി അവിടെ എന്ത് വരും, 200 + 66.66 - 200. അപ്പോൾ 66.66 നമ്മൾ ഏത് ഡയറക്ഷനിലാണ് വരുന്നത്, റൈറ്റിലേക്കാണ് വരുന്നത്. സോ അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ലെഫ്റ്റിലേക്ക് ആരോ കൊടുത്തു. ഓക്കെ, അങ്ങനെ നമ്മുടെ ബീംസ് ആൻഡ് കോളംസ് നമ്മളിങ്ങനെ ഒരു ഒറ്റ ഫിഗറിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്സിയൽ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആക്സിയൽ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു ഫ്രെയിമിന് അതേപോലെ എടുത്ത് വരച്ചു. ഇവിടെ ഞാൻ എടുക്കുന്ന സൈൻ കൺവെൻഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ടെൻഷൻ ഞാൻ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്, കംപ്രഷൻ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. കോളത്തിൽ ടെൻഷനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് കോളത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് മാർക്ക് ചെയ്യണം. അതായത് ഇവിടെ ഈ ഒരു കോളത്തിൽ ടെൻഷനാണെങ്കിൽ ഞാൻ ടെൻഷൻ മാർക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ വേണം, ലെഫ്റ്റ് സൈഡിലേക്ക് വേണം മാർക്ക് ചെയ്യാൻ. ഇനി ബീമിലാണെങ്കിലോ അത് അപ്പ് ഡയറക്ഷൻ വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. ഇനി കോളത്തിൽ കംപ്രഷനാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ റൈറ്റിലേക്ക് മാർക്ക് ചെയ്യുക. ബീമിൽ കംപ്രഷൻ ആണെങ്കിൽ ഡൗൺവേർഡ് നമ്മൾ ആക്സിയൽ ഫോഴ്സ് മാർക്ക് ചെയ്യണം. ഇനി വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ടെൻഷനും കംപ്രഷനും മനസ്സിലാക്കുന്നത്, അത് നമ്മുടെ ആരോയുടെ ഡയറക്ഷൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറയാം. അപ്പോൾ അതെ, നമ്മുടെ ABCDEFGHIJKL എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു നമ്മൾ തൊട്ട് മുന്നേ കണ്ട ഒരു ഫിഗറാണ് അല്ലേ, തൊട്ട് മുന്നേ നമ്മൾ വരച്ച ഫിഗറാണ്. ഇതിനകത്ത് നോക്കി ആക്സിയൽ ഫോഴ്സ് ഡയഗ്രാമാണ് വരയ്ക്കുന്നത്. നമ്മൾ ABയുടെ ആക്സിയൽ ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്, 166.67 ആണ്. അതിൻ്റെ ആരോ മാർക്ക് നോക്കിയേ, ഔട്ട്വേർഡാണ്. അതായത് നമ്മൾ ഒരു ബീം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ നിന്നും ഔട്ട്വേർഡ് ഇങ്ങനൊരു ആരോ വന്നു കഴിഞ്ഞാൽ ആ ഒരു ബീമിൽ ടെൻഷനല്ലേ അത് ഡെവലപ്പ് ആക്കുന്നത് അല്ലേ, രണ്ട് സൈഡിൽ നിന്നും പിടിച്ചു വലിക്കുകയാണ് അല്ലേ ആ ഫോഴ്സസ്. സോ ഇതെന്ന് പറയുന്നത് എന്താണ്, ടെൻഷനാണ്. അതേസമയം ഇതാണ് എൻ്റെ ബീം, അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെയാണ് ആരോ വരുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു, അതിൻ്റെ കംപ്രഷനാണ് സംഭവിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഇൻ കംപ്രഷൻ ആ ബീം. ഓക്കെ, ഇതേപോലെ തന്നെയാണ് നമ്മൾ കോളത്തിൽ വരുന്നത്. കോളം ഇങ്ങനെ ഇരിക്കുവാണ്, ഈ കോളത്തിൻ്റെ സെൻറ്ററിൽ നിന്നും പുറത്തേക്കാണ് ആരോ വരുന്നതെങ്കിൽ അത് ടെൻഷനാണ്.
ഇനി നമ്മുടെ സെൻറ്ററിൽ നിന്നും അകത്തേക്കാണ് ആരോ വരുന്നതെങ്കിൽ അതെന്ന് പറയുന്നത് കംപ്രഷനാണ്. ഇങ്ങനെയാണ് നമ്മൾ ടെൻഷനിലാണോ കംപ്രഷനിലാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ ഇപ്പോൾ 166.67 ആണ് ആക്ച്വൽ ഫോഴ്സ് ഇൻ AB എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? ടെൻഷനിലാണ്, ബീമാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? അപ്പല്ലേ നമ്മൾ കൊടുക്കാൻ. സോ നമ്മൾ മുകളിലേക്ക് ആക്ച്വൽ ഫോഴ്സ് വരയ്ക്കുക. അപ്പോൾ അത് ഇങ്ങനെ വരയ്ക്കണ്ടേ? ABയുടെ മുകളിലായിട്ട് നമ്മളൊരു 166.67 മാർക്ക് ചെയ്തു. ഓക്കെ, ദെൻ അടുത്ത് ഈ BC നമ്മൾ കൺസിഡർ ചെയ്യുന്നു. BCയിൽ എത്രയാണ്? 100.01. ആരോസ് പുറത്തേക്കാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് ഇൻ ടെൻഷൻ. ബീമിൽ ടെൻഷൻ ആണെങ്കിൽ അപ്പായിട്ട് തന്നെ വരയ്ക്കണം. സോ നമ്മൾ അടുത്ത് എന്ത് ചെയ്തു? ഇത് നമ്മൾ പോസിറ്റീവാണ് കാണിക്കാനായിട്ട്. ടെൻഷൻ നമ്മൾ പോസിറ്റീവായിട്ട് മാർക്ക് ചെയ്യും. അടുത്ത് നമ്മൾ നമ്മുടെ അടുത്ത വാല്യൂ ഇവിടെ മാർക്ക് ചെയ്തത് 100.01. ഓക്കെ, അടുത്ത CD കൺസിഡർ ചെയ്യുന്ന സമയത്ത് 33.33 ആണ്. ഔട്ട്വേർഡാണ് ആരോ വരുന്നത്. സോ എന്ത് ചെയ്യുക? ടെൻഷനാണ്, ബീമിൽ ടെൻഷനായിട്ട് മുകളിലേക്കായിട്ടാണ് വരുന്നത്. സോ ഇവിടെ നമ്മൾ 33.33 പോസിറ്റീവ് മാർക്ക് ചെയ്തു. ഓക്കെ, മുകളിലെല്ലാം കംപ്ലീറ്റ്. ഇനി എന്തിനാണ് നമ്മൾ താഴേക്ക് എടുക്കുക? EF എടുക്കുകയാണ്. EF എടുക്കുമ്പോഴത്തേക്കും എത്രയാണ്? 333.33 ആണ് അവിടുത്തെ ആക്ച്വൽ ഫോഴ്സ്. അവിടെ എന്താണ്? ടെൻഷനിൽ തന്നെയല്ലേ ഔട്ട്വേർഡാണ് ആരോ വരുന്നത്. സോ ടെൻഷനിലാണ്, മുകളിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു 333.33 വരയ്ക്കുക. ദെൻ ഇവിടെ ഒരു 200, എഗെയിൻ ഇറ്റ് ഈസ് ഇൻ ടെൻഷൻ. സോ അപ്വേർഡ് EFGക്ക് മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 200 വരച്ചു. ദെൻ സിമിലർലി 66.66 GHന് മുകളിലായിട്ട് 66.66 പോസിറ്റീവ് മാർക്ക് ചെയ്തു. ഇനി അടുത്ത് എന്താണ്? നമ്മൾ കോളത്തിലേക്ക് വരുവാണ്. കോളത്തിൽ വരുമ്പോഴത്തേക്കും കംപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവാണ്, നമ്മൾ കോളത്തിൻ്റെ റൈറ്റിലേക്ക് വരയ്ക്കണം. പോസിറ്റീവ് ടെൻഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? കോളത്തിൻ്റെ ലെഫ്റ്റിലേക്ക് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ 16.66 ആണ് AEയിലുള്ള ആക്ച്വൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ആരോ കിടക്കുന്നത്? അകത്തേക്ക്, ഉള്ളിലേക്കാണ് വരുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണത്? കംപ്രഷനാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ സൈൻ കൺവെൻഷൻ ഓർക്കുക. ഓക്കെ, അകത്തേക്ക് ആരോ വന്നുകൊണ്ട് ഇത് കംപ്രഷൻ. അപ്പം നമ്മൾ നോക്കി, കോളത്തിൽ കംപ്രഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റിലേക്ക് വരയ്ക്കണം. സോ നമ്മളതേ റൈറ്റിലേക്ക് വരച്ചു. 16.66 നെഗറ്റീവ് എന്ന് മാർക്ക് ചെയ്തു. ഇനി അടുത്ത് ഇവിടെ നോക്കുമ്പോഴത്തേക്കും 3.34 പുറത്തേക്കാണ് ആരോ കൊടുക്കുന്നത്. സോ ഇറ്റ് ഈസ് ഇൻ ടെൻഷനിലാകുമ്പോൾ എന്താണ്? നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഈ BFന് ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് 3.34 മാർക്ക് ചെയ്തു. അത് പോസിറ്റീവാണ്. അടുത്ത് എന്ത് ചെയ്യണം? CG എടുക്കുവാണ്. CGയിൽ വരുമ്പോഴത്തേക്കും 8.9 ആണ്. അവിടെ നോക്കി ആരോ കിടക്കുന്നത് അകത്തേക്കാണ് കിടക്കുന്നത്. സോ ഇറ്റ് ഈസ് ഇൻ കംപ്രഷൻ. അപ്പോൾ കംപ്രഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റിലേക്ക് മാർക്ക് ചെയ്തു. ഓക്കെ, നെഗറ്റീവ് മാർക്ക് ചെയ്തു. ഇനി DH എടുക്കുമ്പോഴോ? DH എടുക്കുമ്പോൾ 22.22 ഇറ്റ് ഈസ് ഇൻ ടെൻഷൻ. സോ നമ്മൾ DHന് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഒരു 22.22 മാർക്ക് ചെയ്തു പോസിറ്റീവ്. അതേപോലെ നമ്മുടെ ഇവിടെ താഴത്തെ എന്താണ് EI എന്ന് പറയുന്നത് 95.88 ഇൻ കംപ്രഷൻ. സോ നമ്മൾ 95.88 നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ അതേപോലെ നമ്മൾ എല്ലാ വാല്യൂസും ഇവിടെ എടുത്ത് ഇങ്ങനെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്സിയൽ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രമാണ്. ബെൻഡിങ് മൊമെൻറ്റ് വരയ്ക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ MAB നമുക്കറിയാം 66.66 ആണെന്ന്. അപ്പോൾ നമ്മുടെ ബീമാണ് അല്ലേ? ബീമിൽ നമ്മൾ എപ്പോഴും പറഞ്ഞ എന്താണ്? ക്ലോക്ക് വൈസ് ആണ് അവിടെ വരുന്ന മൊമെൻറ്റ്. ബീമിൽ ക്ലോക്ക് വൈസ് ആണ് അവിടെ വരുന്ന മൊമെൻറ്റ്. സോ MABയിൽ ഇതേ ഇങ്ങനൊരു ക്ലോക്ക് വൈസ് മൊമെൻറ്റ് വന്നു വെച്ചോ. സോ ഇത് കാരണം എന്താ? ബീമിനെ താഴേക്ക് പുഷ് ചെയ്യും അല്ലേ? സോ നമ്മളെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഈ ഒരു ഭാഗത്ത് താഴെ നിന്നായിരിക്കും തുടങ്ങുന്നത്. എന്നാൽ ഇവിടെ നോക്കി, ഇവിടെ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത്. ഇതിങ്ങനെ മുകളിലേക്ക് പോയിട്ട് ഇതിനെ മുകളിലേക്ക് പുഷ് ചെയ്യും. സോ ഈ ഒരു ഡയറക്ഷൻ. അപ്പോൾ അവിടെ എന്താണ്? ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം മുകളിലേക്ക് വരും. സോ ഇങ്ങനെയാണ് നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരുന്നത് എപ്പോഴും. ബീമിൻ്റെ കേസിൽ എപ്പോഴും ഇങ്ങനെയുള്ള ഒരു ഡയഗ്രാം ആയിരിക്കും. അതിൻ്റെ വാല്യൂസ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഇനി അതേസമയം കോളത്തിൽ വരുമ്പോഴത്തേക്കും നോക്കിക്കേ, കോളത്തിൽ വരുമ്പോഴത്തേക്കും എന്താ പറ്റുന്നത്? കോളത്തിൽ വരുമ്പോൾ എന്തേ? ഇവിടെ കോളത്തിൽ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. സോ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് എന്തേ? ഇങ്ങനെ വരും. ഇത് കാരണം ഇതെന്ത് ചെയ്യും? ഇതിനെ താഴേക്ക് പുഷ് ചെയ്യും. സോ ഇവിടെ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ ആയിട്ട് വരുമ്പോഴോ, ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് വരുമ്പോഴത്തേക്ക് ഇതിങ്ങനെ മുകളിലേക്ക് പോയി ഇതിനെ മുകളിലേക്ക് പുഷ് ചെയ്യും അല്ലേ? സോ ഈ എല്ലാ കോളത്തിലും ഇങ്ങനെയായിരിക്കും നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരുന്നത്.
ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു പാറ്റേൺ തന്നെയായിരിക്കും എല്ലാത്തിലും വരുന്നത്. സോ അതങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ MAB 66.66 ആണ്. അത് നമ്മളിവിടെ 66.66 മാർക്ക് ചെയ്തു. എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. MAB എന്ന് പറഞ്ഞ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. ക്ലോക്ക് വൈസ് ആകുമ്പോൾ ഇതെന്ത് ചെയ്യും? ഇവിടെ താഴേക്കാണ് ഒരു ഡയറക്ഷൻ വരുന്നത്. ഇവിടെ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ മുകളിലേക്ക് പൊക്കും. സോ 66.66 മുകളിലേക്കും ഇവിടെ വരുമ്പോഴത്തേക്കും താഴേക്കും. അങ്ങനെ വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ. ഇനി MBC എല്ലാത്തിലും നമ്മൾ ഷേപ്പ് സെയിം തന്നെയാണ് വരുന്നത്. അതിൻ്റെ വാല്യൂസ് മാത്രം നമ്മളിങ്ങനെ മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത് വരുന്നത് കോളത്തിൻ്റെ വാല്യൂസാണ്. കോളത്തിൽ MEA എന്ന് പറയുന്നത് എത്രയാണ്? 66.66 ആണ്. ബട്ട് അത് ഞാൻ പറഞ്ഞു കോളത്തിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സോ ഈ ഒരു എൻഡിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോളത്തിന് എന്ത് ചെയ്യും? താഴേക്കാണ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് അല്ലേ? സോ ഇവിടെ താഴേക്ക് വന്നു. ദെൻ ഇവിടെയാണ് ആൻറ്റി ക്ലോക്ക് വൈസ് വരുന്നതെങ്കിൽ ഇതിന് മുകളിലേക്ക് ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യും. സോ ഇവിടെ ഇങ്ങനെയാണ് ഒരു ഷേപ്പ് വരുന്നത്. അപ്പോൾ ആ ഷേപ്പ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, ഇതാ ഇവിടെ 66.66 മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ? അതേ പാറ്റേൺ തന്നെയാണ് എല്ലായിടത്തും വരുന്നത്. നമ്മൾ പ്രൊപ്പോർഷണലായിട്ട് നമ്മൾ വരയ്ക്കണമെന്നേ ഉള്ളൂ. കാരണം ഇവിടെ 66 ആണ്, അതിനേക്കാളും വലിയ വിലയാണ് 133. സോ ഈ ഒരു ലെങ്ത് കൂട്ടി കൊടുക്കണം ഇവിടെ. അപ്പോൾ ഇത് നിങ്ങൾ ഷിയർ ഫോഴ്സ് ഡയഗ്രം ഒക്കെ നേരത്തെ പഠിക്കുന്നതാണ്. സോ അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ സ്പീഡിൽ പോവുക കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മുടെ എല്ലാ കോളത്തിൻ്റെയും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം നമ്മളെല്ലാം വരച്ച് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ് ഡയഗ്രമാണ്. ഷിയർ ഫോഴ്സ് ഡയഗ്രം വരയ്ക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ ബീമിൽ നമ്മൾ ഇവിടെ ചെയ്യുന്നതാണ്. ബീമിലെല്ലാം ഷിയർ ഫോഴ്സ് ഡയഗ്രം വരയ്ക്കുന്നത് താഴേക്കാണ്, കോളത്തിലെല്ലാം ഷിയർ ഫോഴ്സ് ഡയഗ്രം വരയ്ക്കുന്നത് ലെഫ്റ്റിലേക്കാണ്. അത്രയും മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ ഷിയർ ഫോഴ്സിന് AB നമ്മൾ എത്രയാണ്? 116.66 ആണ്. അതെന്ത് ചെയ്യും? താഴേക്ക് ഒരു 16.66 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഷിയർ ഫോഴ്സിൻ BC എത്രയാണ്? 13.32 ആണ്. സോ CD എന്ന് പറഞ്ഞാൽ 22.22. അതേപോലെ EFലും FGയിലും GHലും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? കോളത്തിലെ വാല്യൂസ് വേണം. കോളത്തിലെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 33.33. അപ്പം നമ്മൾ എന്ത് ചെയ്തു? 33.33 ലെഫ്റ്റിലേക്ക് മാർക്ക് ചെയ്തു. എപ്പോഴും ഷിയർ ഫോഴ്സ് ഡയഗ്രം കോളത്തിൽ ലെഫ്റ്റിലേക്കാണ്. ഇവിടെ 33.33 ആണെങ്കിൽ ഇവിടെയും 33.33 തന്നെയാണ്. അത് മാർക്ക് ചെയ്തു. ഇന്നർ കോളത്തിൽ എത്രയാണ്? 66.66 ആണ് വാല്യൂസ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 66.66 ഇന്നർ കോളത്തിൽ മാർക്ക് ചെയ്തു. എപ്പോഴും കോളത്തിൽ നമ്മൾ ഏതാണോ കോളം കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രം വരയ്ക്കാൻ. ബീമാണ് കൺസിഡർ ചെയ്യുമെങ്കിൽ അതിൻ്റെ താഴേക്ക് വേണം ഷിയർ ഫോഴ്സ് ഡയഗ്രം വരയ്ക്കാൻ. ഓക്കെ. അപ്പോൾ നമ്മൾ സിമിലർലി ബാക്കി എല്ലാ ഇത് കാണിച്ചിട്ടുണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രം. അപ്പോൾ ഇത്രയാകുമ്പോഴാണ് നമ്മുടെ ആ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പോർട്ടൽ ഫ്രെയിം മെത്തേഡ് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ നോക്കാം. താങ്ക് യു.